നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സബ്സ്ക്രൈബും ലൈക്കും കൊണ്ട് നിലവിൽ ജ്യോതിഷ കൈരളിക്ക് വളരെ പ്രോത്സാഹനമുണ്ട്. ഈ പ്രോത്സാഹനം എന്നും നിങ്ങൾ നൽകണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഒരു ഊർജവും പിന്നെ ആവേശവും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, നിലവിൽ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ വളരെ കാലം കൊണ്ട് മാറാതിരുന്ന ശനി മാറി. 2.5 വർഷത്തേക്ക് ഗ്യാപ്പിൽ മാറുന്ന ശനി മാറി. പിന്നെ അതുപോലെ 1.5 വർഷത്തെ ഗ്യാപ്പിൽ മാറുന്ന രാഹുകേതുക്കൾ മാറി. 1 വർഷത്തെ ഗ്യാപ്പിൽ മാറുന്ന വ്യാഴം മാറി. അതായത് സ്ഥിരമായി വളരെ കാലം നിൽക്കുന്ന 4 ഗ്രഹങ്ങൾ അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണദോഷങ്ങൾ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ 4 ഗ്രഹങ്ങളുടെയും മാറ്റം പൊതുവായിട്ട്, അതായത് ഇപ്പോൾ രാഹു മാറിയതുകൊണ്ടോ വ്യാഴം മാറിയതുകൊണ്ടോ അല്ല, അല്ലെങ്കിൽ ശനി മാറിയതുകൊണ്ടല്ല, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പോൾ മാറിയ ഒരു അവസരം വന്നതുകൊണ്ട് ഇവരുടെ മാറ്റം പൊതുവായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തുള്ള കഷ്ടതകളെയും ദുഃഖങ്ങളെയും എങ്ങനെ പരിഹരിക്കും, ഇനി അങ്ങോട്ട് നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും, ഇനി വരുന്ന കാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാരെക്കുറിച്ച് പറയുമ്പോൾ, കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പുണർദത്തിൻ്റെ 1-ാം പാദം, പിന്നെ പൂയം, ആയില്യം, ഇത്രയും പേരാണ്. അപ്പം ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു വിഷയം, ഈ പൊതുവിൽ തന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിലുടനീളം ശനിയുടെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ളവരാണ്. അതിൻ്റെ കാരണം അവരുടെ ജാതകത്തിനുള്ളൊരു വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ 7ഉം 8ഉം ഭാവാധിപത്യമുള്ള ശനിയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ലൈഫ് ലോങ് നിങ്ങൾ ശനിയുടെ ഒരു പ്രീതി സമ്പാദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി ആ ശനി ഇപ്പോൾ നിങ്ങൾക്ക്, അതായത് അഷ്ടമത്തിൽ നിന്ന് ഒരുപാട് കഷ്ടങ്ങളുണ്ടാക്കിയിട്ട് ഭാഗ്യസ്ഥാനത്തേക്ക് മാറി. അതിനർത്ഥം നിങ്ങൾക്ക് ശനി മാറ്റം കൊണ്ട് ഒരു ഇതുവരെ ശനി തന്ന കഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ട് ഭാഗ്യവും കർമ്മപരമായിട്ട്, ശനി കർമ്മകാരകനായതുകൊണ്ട് ജോലി, നിങ്ങളുടെ പിന്നെ ബിസിനസ്, നിങ്ങളുടെ പുതിയ പുതിയ പദ്ധതികൾ ഇതെല്ലാം നടത്തിത്തരും, നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നൊരു കാലഘട്ടത്തിലേക്ക് ശനി നീങ്ങി. ഇനി അങ്ങോട്ട് ഒരു 2 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ശനിയുടെ സപ്പോർട്ട് കിട്ടും. ആ കാലയളവ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മകാര്യങ്ങളിൽ, അതായത് കർമ്മകാരകനായതുകൊണ്ട് നിങ്ങളുടെ ജോലി, ബിസിനസ്, ഇതിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നൊരു കാലമാണ്. പക്ഷേ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പണ്ടുള്ള ഈ മുത്തശ്ശിമാർ പറയും പോലെ, ഒരാൾ കുറച്ച് അയഞ്ഞു വരുമ്പോൾ മറ്റേ ആൾ ബലം പിടിക്കുമെന്ന് പറഞ്ഞ പോലെ, ശനി നമുക്ക് അനുകൂലമായപ്പം ഇതുവരെ 11ൽ ലാഭസ്ഥാനത്ത് നമ്മളെ ലാഭം ഉണ്ടാക്കി തരുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്ന വ്യാഴം 12ൽ നഷ്ടസ്ഥാനത്തേക്ക് മറഞ്ഞു. അപ്പോൾ അവിടെ വ്യാഴനെ പ്രീതിപ്പെടുത്തുകയും വേണം. വ്യാഴം 12ൽ മറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വ്യാഴം നമുക്ക് വേറൊരു ഗുണം ചെയ്യും. 12ാം ഭാവം കൊണ്ട് അദ്ദേഹം നമ്മളെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അന്യദേശത്തേക്ക്, വിദേശത്തേക്ക് പോകാനുള്ള യോഗം ഉണ്ടാക്കി തരും, ഉപരിപഠനത്തിന് സൗകര്യം ഉണ്ടാക്കി തരും, നമ്മുടെ ധനപരമായ കാര്യങ്ങളിൽ പിന്നെ വളരെ കാലം നീണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് താൽക്കാലികമല്ല, നാളത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ധനപരമായിട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ഒരു പദ്ധതി ഫ്യൂച്ചറിൽ നമുക്ക് വളരെ ഗുണമായിട്ട് മാറും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ ഉടനെ അതിന് ധനപരമായ ഗുണം വരില്ല. അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ അങ്ങനെ വേണം എടുക്കാൻ. ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പൊതുവിൽ നമ്മുടെ ഈ ജ്യോതിഷപരമായിട്ട് 2 രീതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റും. ജ്യോതിഷം കൊണ്ട് നിങ്ങളെ വേണമെങ്കിൽ കുറേ നെഗറ്റീവ് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യാം. അതിൻ്റെ പോസിറ്റീവ് വശം കൊണ്ട് നിങ്ങളെ എൻകറേജ് ചെയ്തിട്ട് നെഗറ്റീവ് വശത്തെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള വഴിയും പറഞ്ഞു തരാൻ പറ്റും. എൻ്റെ റൂട്ട് അതാണ്. കാരണം എൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ കാങ്കോലി ഈശ്വരൻ നമ്പൂതിരി എന്നെ പഠിപ്പിച്ച മാർഗ്ഗം അതാണ്. അദ്ദേഹം വളരെ സാത്വികനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരാളിനും നമ്മൾ ആശ്രയിച്ച് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല വൈദ്യരെയോ ഒരു പുതിയ ഡോക്ടറെയോ ഒരു ജ്യോതിഷനെയോ കണ്ടെത്തി വരുന്നത് എന്തിനാണ്, ഇനിയെങ്കിലും ഞാൻ രക്ഷപ്പെടുമോ,
ഇവിടം കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷയുമായിട്ടാണ്. അപ്പോൾ ആ പ്രതീക്ഷ നമ്മൾ തകർത്ത് കളയരുത്. അവരുടെ അതായത് പിന്നെ എന്താ പറയുക, ഞാൻ ഇനി ജീവിക്കണോ മരിക്കണോ എന്ന് ചോദിച്ചു വരുന്ന എൻ്റെ അടുത്ത് കിണറ്റി ചാടിക്കുമെന്ന് പറയാനുള്ളതല്ല ജ്യോതിഷം. ആ വ്യക്തിയെ എൻകറേജ് ചെയ്ത് മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത് അയാളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ദൈവജ്ഞന് ഈശ്വരൻ കൊടുക്കുന്ന വിധി. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ജ്യോതിഷത്തിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളവർ, എന്നെ ആശ്രയിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും പറയും, ഇതെൻ്റെ കഴിവല്ല, ഭഗവാൻ എന്നിലൂടെ നിങ്ങൾക്ക് തരുന്നൊരു അനുഗ്രഹം. തിരിച്ച് എന്നിലൂടെ ഭഗവാനാണ് പറയിപ്പിക്കുന്നത്. എനിക്കിതൊന്നും കഴിവുള്ള ആളല്ല, ഞാൻ വലിയ ശാസ്ത്ര പണ്ഡിതനൊന്നുമല്ല. അപ്പോൾ നമുക്കതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ആളിൻ്റെ ഗ്രഹനില നോക്കുമ്പോൾ പോലും അതിൽ ചിലപ്പോൾ നിലവിൽ ഗ്രഹനിലയിലുള്ള അവസ്ഥ ആയിരിക്കില്ല ഭഗവാൻ കാണിച്ചു തരുന്നത്. അവർക്ക് എവിടെയെങ്കിലും ഒരു നിവൃത്തി അതിനകത്തൂടെ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ തിയറി അനുസരിച്ച് നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരാനൊരു വഴി. ആ വഴി നമ്മൾ നമ്മുടെ ആശ്രയിച്ച് വരുന്ന, അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പിന്നെ നമ്മളെപ്പോലൊരു സാധുവിന് നമ്മൾ തിരിച്ച് ആ സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ ഒരു പുണ്യം നമ്മളിവിടെ നിൽക്കുമെന്നാണ് ഞാൻ ജ്യോതിഷം കൊണ്ട് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യാഴം 12 മറഞ്ഞു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ഒരു കാര്യമില്ല. വ്യാഴം വലിയ ഗുണവും ചെയ്യില്ലെങ്കിൽ ദോഷം ചെയ്യില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. വ്യാഴം ആരാണ്? ധനകാരകനാണ്, സന്താനകാരകനാണ് പ്രധാനമായിട്ടും. മറ്റ് പല കാരകത്വമുണ്ട്, അധ്യാപനമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഈ ധനം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. യാത്രകളിൽ നമ്മളെ ധനം എങ്ങനെ പോയെന്ന് പോലും അറിയാം, നമ്മൾ വച്ച സാധനങ്ങൾ മറന്നു പോകാതിരിക്കുക. സ്വർണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ധാരാളം പിന്നെ ക്ലയൻസ് എന്നെ വിളിക്കുമ്പോൾ പറയുന്ന, കൂടുതലും പ്രായം ചെന്നവർ പറയുന്നൊരു അവരുടെ ഒരു വിഷമമാണ്, ഞാനിങ്ങനെ എൻ്റെ സ്വർണ്ണം എടുത്ത് ഉപയോഗിച്ചു, പിന്നെ വച്ച് പൂട്ടാൻ മറന്നുപോയി, പിന്നെ എവിടെ വച്ചു എന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ. ഇതിനും പരിഹാരം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവർക്ക് അങ്ങനെ ഒരു വിധി കിടക്കുന്നതുകൊണ്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ വ്യാഴം എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ ആളും കൂടെയാണ്, സൂക്ഷിക്കുക. അതുപോലെ സന്താന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക. 12 നിൽക്കുന്ന സമയത്ത് സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ചില വിഷമങ്ങൾ വരാൻ സാധ്യത വരും. അപ്പോൾ എന്ത് ചെയ്യണം? അവർ പോകുന്ന മാർഗ്ഗങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. അവരെ നമ്മൾ സ്നേഹബുദ്ധിയ എപ്പോഴും നമ്മുടെ സന്താനങ്ങളെപ്പോലും പണ്ടുള്ളവർ പറയും, തനിക്കൊപ്പം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്നാണ്. അതുപോലെ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ നമുക്കൊപ്പം ഒരു നല്ല ഫ്രണ്ട്ലി കണ്ട് അവർക്ക് ഉപദേശങ്ങളും സ്നേഹവും കൊടുത്ത് അവരെ നല്ല ദൈവാധീനത്തോടെ വളർത്തിയാൽ, അവർക്ക് ഈശ്വര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈശ്വരനെ ആശ്രയിച്ച് പോകാൻ പറഞ്ഞു കൊടുത്താൽ അവർ നല്ല കുട്ടികളായി വരും. അങ്ങനെ തന്നെ ശ്രമിക്കണം. വ്യാഴം 12 പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് മാറ്റം വന്നത് സർപ്പനും കേതുവാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേതു 2 അപ്പോൾ 2 കേതു എന്ന് പറയുമ്പം അത് നമുക്ക് അത്ര അങ്ങോട്ട് നന്നല്ല. 2 പറഞ്ഞാൽ ധനം, കുടുംബം, വാക്ക്. അതായത് നമ്മൾ അപ്രതീക്ഷിതമായി നമുക്കൊരു ടെൻഷൻ വന്ന് നമ്മളെന്തെങ്കിലും പറയുക, അത് നമ്മളെ ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതരൊക്കെ നമ്മളെ പിണങ്ങാനിടയാക്കും. നമ്മൾ പണ്ടുള്ളവർ പറയും, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ നമ്മൾ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും വളരെ ക്ഷമയും ഒരു സംയമനവും പുലർത്തേണ്ട കാലമാണ് ഈ കേതു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സർജറി, മുറിവ്, ചതവ്, നമ്മുടെ നിലവിലുള്ള ധനനഷ്ടം, ഇതൊക്കെ വരാം. നമ്മൾ ആർക്കെങ്കിലും കാശ് കടം കൊടുത്താൽ പോയി. ഈ കേതു 2 നിൽക്കുന്ന കാലമാണ്. അടുത്ത 1.5 വർഷത്തേക്ക് ആർക്ക് കാശ് കടം കൊടുത്ത് സഹായിച്ചാൽ ഇനി സ്വന്തം എന്താ പറയുക, രക്തബന്ധത്തിനായിരുന്നാൽ പോലും അത് പോയെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ചെയ്യരുത്. രണ്ടാമത്തേത് സർപ്പൻ നമുക്കിപ്പോൾ ഒരു മാറ്റം വന്നപ്പോൾ ഇയാൾ 9 പതുക്കെ 8 ഇറങ്ങി. അഷ്ടമത്തിലെ സർപ്പൻ നല്ലതല്ല എന്ന് പറഞ്ഞാൽ അലർജി, അതുപോലെ തന്നെ ചില ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമ്മൾ ഉദരം മുതൽ താഴോട്ട് വരാവുന്ന ഭാഗങ്ങളിൽ നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് യൂട്രസ്, പ്രോസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ. അതുപോലെ തന്നെ അപ്പോൾ അത്തരം ഗ്രന്ഥികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വന്നാൽ തന്നെ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? നമ്മളത് വളരെ ഭംഗിയായിട്ട് ആദ്യമേ ഡോക്ടറെ കണ്ട് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നാൽ ഉടനെ അത് ട്രീറ്റ് ചെയ്യണം. അതുപോലെ അഷ്ടമത്തി സർപ്പം നിൽക്കുന്ന സമയത്ത് നമ്മൾ
ആ സമയത്തുള്ള യാത്ര, അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, കാരണം വാഹനം എന്ന് പറയുന്നത് ഒരു വാഹനത്തെ ഏകദേശം നമ്മൾ സർപ്പനുമായിട്ട് തന്നെ സാമ്യം നോക്കണം. വാഹനകാരകൻ ശുക്രനാണെങ്കിൽ സർപ്പനുമായിട്ട് ബന്ധപ്പെടണം. കാരണം പണ്ട് കാലത്ത് ധാരാളം നാട്ടിൽ പാമ്പുണ്ടായിരുന്നു. ഇപ്പോൾ പാമ്പിന് പകരം അതുപോലെ വളഞ്ഞ് പുളഞ്ഞ് ഓടുന്നത് ആധുനിക ജ്യോതിഷത്തിൽ ചിന്തിക്കുമ്പോൾ സർപ്പനാണ്. അപ്പോൾ സർപ്പൻ്റെ സ്ഥാനത്ത് വാഹനമാണ്. ഇനി സർപ്പൻ നമ്മളെ ദംശിച്ചാൽ നമുക്ക് വിഷമേൽക്കുക. അതുപോലെ ഒരു വാഹനം മുട്ടിയാൽ വന്ന് നമുക്ക് അതിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് മരുന്നെന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പദംശനത്തിന് അല്ലെങ്കിൽ അതിന് തുല്യമാണ് വാഹനങ്ങളിൽ നിന്നുള്ള തട്ടുമുട്ടൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കാലമാണ് സർപ്പനഷ്ടമത്തിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ സർപ്പപ്രീതി വരുത്തേണ്ടത് വരുത്തിക്കൊള്ളണം. ഞാൻ പലപ്പോഴും എല്ലാ ആൾക്കാരോടും പറയാറുണ്ട്, ഒരു ജാതകത്തിലെ പൂർവ്വജന്മദോഷങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സർപ്പദോഷവും ഗുളികദോഷവും, അതുപോലെ തന്നെ വ്യാഴപ്പിഴവ്, ശനിപ്പിഴവ്. ഏകദേശം 12ഓളം പൂർവ്വജന്മദോഷങ്ങൾ ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാലയളവിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരുന്ന ഒരു കാലമാണ് 9 ശനിയെക്കൊണ്ടും, ഒപ്പം തന്നെ ഈ മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നമുക്ക് അത്ര നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ്. വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലമാണ്. എന്നാൽ നമ്മളെ ജോലിയിലും കർമ്മത്തിലും നമ്മൾ വിജയിക്കും. മറ്റു കാര്യങ്ങൾ കുറേ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാലമാണെന്ന് തന്നെ വയ്ക്കണം. ധന ഇടപാട്, ജാമ്യം നിൽക്കരുത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ മധ്യസ്ഥതയ്ക്ക് പോകരുത്, ചുമ്മാ എന്തെങ്കിലും തർക്കം ഇത് നടക്കുമ്പോൾ അതിനകത്ത് പോയി തലയിടരുത്. ഇതൊക്കെ നമുക്ക് പ്രശ്നമായിട്ട് വരുന്ന കാലമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചില അപകട സന്ധികളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെടും. അതിൻ്റെ കാരണം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ശനി തയ്യാറാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രഹങ്ങളുടെ പ്രീതി നേടി മുമ്പോട്ട് പോകണം. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്ത് വാട്സപ്പ് ചെയ്യാം. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യില്ല. കാരണം പൊതുവിൽ ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് ധാരാളമായി എനിക്ക് ക്ലയൻസിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാലും ഞാൻ എൻ്റെ ഫ്രീ ആവുന്ന കണക്കാക്കി അതിന് മറുപടി തന്നോളും. നിങ്ങളുടെ ഈ സപ്പോർട്ടും ജ്യോതിഷ കൈരളിയോട് കാണിക്കുന്ന ഇത്രയും നിങ്ങളുടെ ഒരു മനസ്സും പ്രോത്സാഹനവും, അതിന് എത്ര നന്ദി പറഞ്ഞാലും കഴിയില്ല. ഹരേ കൃഷ്ണ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പുതിയ വിഷയങ്ങൾ കാണും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട്, അതിൽ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാം. നിങ്ങളുടെ എല്ലാം അത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നന്ദി. നമസ്കാരം. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.